മലപ്പുറം ജില്ലയിലും മഴ ശക്തമായി തുടരുന്നു. പൊന്നാനിയിൽ കടലാക്രമണത്തിൽ 4 വീടുകൾ തകർന്നു. ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലെ ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റി താമസിപ്പിച്ചു. ചാലിയാറിലും കടലുണ്ടിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നതിനാൽ പ്രദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, കഴിഞ്ഞ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ആ ഒരു ലുക്കൊക്കെ മാറി കേട്ടോ. 2 ദിവസം മുമ്പ് കണ്ട ലുക്കല്ല ഇന്ന് ശിവദാസൻ. അതുപോട്ടെ, നമ്മൾ മഴയിലേക്ക് വരുമ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്ത വന്നത് ഇന്നലെ മലപ്പുറത്ത് നിന്നാണ്. 2 കുട്ടികൾ, 4ഉം 2.5 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ 2 ഒഴുക്കിൽപ്പെട്ട് മരിച്ചു വന്ന വേദനിപ്പിക്കുന്ന വാർത്ത ഇന്നലെ നമുക്ക് മലപ്പുറത്ത് നിന്ന് കേൾക്കാനായി. ഇന്ന് ഇപ്പോഴും മഴ തുടരുന്നു. പലയിടത്തും മഴ ശമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട്ട് മഴ കുറഞ്ഞു എന്നാണ് അനഘ പറഞ്ഞത്. മലപ്പുറത്ത് എങ്ങനെയാണ്? കൃഷ്ണരാജ്, അശ്വതി, മലപ്പുറത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ശക്തമായി തന്നെ മഴ മലപ്പുറത്ത് തുടരുകയാണ്. ഇന്നലെ നമുക്കറിയാം ദുഃഖകരമായ വാർത്ത, 2 കുട്ടികൾ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സംഭവം ഉണ്ടായിരുന്നു. കൊണ്ടോട്ടിയിലും അതോടൊപ്പം തന്നെ തിരുവാലി പഞ്ചായത്തിലുമാണ് 4ഉം 2.5 വയസ്സും ഉള്ള 2 പിഞ്ച് ആൺകുട്ടികൾ മരിച്ച ഒരു സംഭവം, ഒഴുക്കിൽപ്പെട്ട് മരിച്ച സംഭവം ഉണ്ടായി. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കടലുണ്ടിപ്പുഴയും ചാലിയാർ പുഴയും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. നിരവധി വീടുകൾ മഴയത്ത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ റോഡുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നു. ഇപ്പോഴും ഈ മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും അത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചാലിയാർ പുഴയുടെ തീരത്തും അതോടൊപ്പം തന്നെ കടലുണ്ടി പുഴയുടെ തീരത്തുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ മഴ കനത്ത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിൽ മലപ്പുറം ജില്ലയിൽ 39 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറനാട്, കൊണ്ടോട്ടി പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ, നിലമ്പൂർ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ നിരവധി പേരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായി മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വ്യാപകമായി തന്നെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കവുങ്ങിൻ തോപ്പുകളും അതോടൊപ്പം തന്നെ റബ്ബർ അടക്കമുള്ള കൃഷികളും വാഴത്തോട്ടങ്ങളും ഒക്കെ നശിച്ച ഒരു കാഴ്ചയും നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇടവിട്ട് ആണ് മഴ പെയ്യുന്നത്. പക്ഷേ ഈ ഒരു മഴയുടെ അന്തരീക്ഷം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നിലവിലുള്ള സാഹചര്യങ്ങൾ. കൃഷ്ണരാജ്, അശ്വതി. ശരി, അവിടെ മഴയ്ക്ക് വലിയ ശമനമില്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് എന്നാണ്. ഏതായാലും ഇപ്പോൾ മഴ തോർന്നു നിൽപ്പുണ്ട്, അതൊരു ആശ്വാസമാണ്.